ഹായ് ഫ്രണ്ട്സ്, എന്താ നല്ല ബിസ്ക്കറ്റും കൊണ്ട് നമുക്കൊന്ന് ഡ്രീം കേക്ക് ഉണ്ടാക്കിയാലോ? സാധാരണ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഡ്രീം കേക്ക് കേട്ടോ. എന്ന് വെച്ചാൽ കുറേ പൈസ ഒന്നും ആവശ്യമില്ല, കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 30 രൂപേൻ്റെ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിന് 3 ബിസ്ക്കറ്റുകളും ബാക്കിയാക്കി വെച്ചിട്ട് ബാക്കിയുള്ള ബിസ്ക്കറ്റ് മിക്സിൻ്റെ ജാർക്കിടുക, കുറച്ച് പഞ്ചസാര ഇടുക, കുറച്ച് അപ്പക്കാരിടുക. എന്നിട്ട് നന്നായിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പാൽ തണുപ്പുള്ളതൊന്നും എടുക്കരുത് കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കുക കേട്ടോ. പിന്നെ അത് എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തതെടുത്ത് നമുക്കൊരു പാത്രം എടുക്കാം കേട്ടോ. അങ്ങനെ ചതുരമായിട്ടുള്ളൊരു പാത്രം, നല്ല ടിഫിൻ ബോക്സോ എന്താണെന്ന് വെച്ചാൽ അതെടുക്കുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ആ ബാറ്റർ നന്നായിട്ട് മിക്സിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മളിത് ഓവണിലൊന്നും വെക്കാൻ കഴിയാത്തവർക്കുള്ള റെസിപ്പിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഒരു നല്ലൊരു കട്ടിയുള്ള പാത്രം നന്നായിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ചൂടാക്കി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ചൂടാക്കി വെച്ചതിന് ശേഷം നമ്മളതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ഇറക്കി വെച്ചതിന് ശേഷം തന്നെ ഒരു 20 മിനിറ്റെങ്കിലും നന്നായിട്ട് കുക്കാവും. അത് കുക്കാകണമെന്ന് അറിയാൻ നമുക്ക് ഇടയ്ക്കൊരു കുത്തു വയ്ക്കാൻ മതി കേട്ടോ. എന്നിട്ട് അങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം നമുക്കത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കേക്ക് ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ തന്നെയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്കുള്ള രണ്ടാമത്തെ ലെയർ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഒഴിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കേക്കൊക്കെ ഒന്ന് അടി പിടിച്ചിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല, നല്ല കേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കേക്കിന് കുറച്ച് ദ്വാരങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ പാൽ ഇതിലേക്ക് ഒഴിക്കുന്നത്. കാരണം ദ്വാരങ്ങളൊക്കെ ഇട്ടാൽ വേഗം അബ്സോർബ് ആയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലിൽ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വിളിട്ടോ, എന്നിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ട് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമ്മളെവിടെ ഓട്ടാക്കിക്കൊണ്ട് വേഗം അതിനുള്ളിലേക്ക് അബ്സോർവായി പോയിക്കോളും. പിന്നെ ബാക്കിയൊന്ന് പഞ്ചസാരയും കൂടി ഒഴിക്കണം കേട്ടോ. മധുരം നല്ല ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല പഞ്ചസാര ഇടാം. ഞങ്ങൾക്ക് പിന്നെ തോനെ മധുരം വേണ്ട, അപ്പം കുറച്ചുണ്ട്. ഇനിയാണ് മക്കളെ അടുത്ത ലെയർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ലെയർ അതിലേക്ക് നമ്മളിതാ ബാക്കി വന്ന ബിസ്ക്കറ്റുകളിൽ 2-3 ബിസ്ക്കറ്റുകളുണ്ടായി. അത് കുറുകിയ പാൽ തിളപ്പിച്ച് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാലിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്തോളി. അപ്പോൾ ഇതാ നല്ല കട്ടിയുള്ള ബാറ്ററായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഇടുന്നുണ്ട്. ഞാനിവിടെ 20 രൂപേൻ്റെ ഡയറി മിൽക്കാണ് എടുക്കുന്നത്. അതിന് 4 കട്ട മാത്രമാണ് നമ്മൾ സെക്കൻഡ് ലെയർക്ക് ഇടുന്നത്. അപ്പോൾ ആ ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ടത് ഇങ്ങനെ കുറുക്കിയ നല്ല പരുവത്തിലുള്ളൊരു ബാറ്ററാണ് കിട്ടിയത്. അത് നമ്മൾ ചെറു ചൂടോടെ തന്നെ ഈ കേക്കിൻ്റെ മേലേക്ക് ഒഴിക്കുക. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയറും ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. എന്നാലേ നല്ല ഇതായിക്കോളൂ കേട്ടോ. കാരണം ഇത് നമ്മൾ ഒളിച്ചിരുന്ന് ഉണ്ടാക്കുക കേട്ടോ. കാരണം ചോക്ലേറ്റൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ടൈം ആകുമ്പം മക്കളെ കണ്ടാൽ ബാക്കി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് നമ്മളത് തയ്യാറാക്കി. ഇനി തേർഡ് ലെയർ കേട്ടോ. അതിന് വേണ്ടി കുറച്ച് പാലിൽ നമ്മൾ ഫ്രഷ് ക്രീം ഒഴിക്കുക കേട്ടോ. ഇത് ലെയറല്ല കേട്ടോ, അതൊന്ന് ജസ്റ്റ് അതിൻ്റെ മേലെ നമുക്ക് ഒഴിച്ച് കൊടുക്കുക. ഫ്രഷ് ക്രീം നമ്മളെ കയ്യിൽ ഉണ്ടാവും, അതൊരു 1/2 കപ്പോളം എടുത്തിട്ട് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് 2 കട്ട നേരത്തെ നമ്മൾ മാറ്റി വെച്ച ചോക്ലേറ്റിൽ നിന്ന് 2 പീസ് മാത്രം എടുത്തിട്ട് ഇതിലിടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് പഞ്ചസാര ആവശ്യം, മധുരം അത്ര ഇഷ്ടപ്പെടുന്നവർക്ക് മധുരമൊക്കെ ഇടാം കേട്ടോ. ഞങ്ങൾ തോനെ മധുരമൊന്നും ഇട്ടില്ല, ഷുഗർ നല്ലതല്ല. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഡ്രീം കേക്കാണ് ഉണ്ടാക്കണേ. അപ്പോൾ അങ്ങനെ ആ ബാറ്റർ നമ്മൾ ഇതിന് മേലേക്ക് ഒഴിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ സെറ്റായിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഇതിന് കൂടെ ഞാനൊരു 10 രൂപേൻ്റെ മിൽക്കി ബാറാണ്, അത് ഈ ഫ്രഷ് ക്രീമിലേക്ക് നമ്മൾ ഇട്ടു. പിന്നെ ബാക്കി വന്ന ചോക്ലേറ്റ് പീസിൽ നിന്ന് 4 പീസ് എടുത്ത് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കുക. ഒന്നെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇങ്ങനെ വെച്ചാൽ തന്നെ ഇത് മെൽറ്റായിക്കോളും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതായി പരുവത്തിൽ വരും. നല്ല ക്രീമി ആയിരിക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചതല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക.
അപ്പോൾ ഇതിന് ഇനി കേക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് വയ്ക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ 4ാമത്തെ ലെയറും സെറ്റായിട്ടുണ്ട്. ഇനിയാണ് അടുത്തത് നമ്മൾ ചോക്ലേറ്റ് മാത്രമാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ചോക്ലേറ്റുകളോടൊരു കളിയാണല്ലേ. അപ്പോൾ ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ലൂസാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിന് നമ്മൾ 70 രൂപേൻ്റെ മുഴുവനായിട്ടുള്ള ഡയറി മിൽക്ക് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് അതിൻ്റെ മേലേക്ക് ഒഴിക്കുക. അതിങ്ങനെ നമ്മൾ പല സ്ട്രക്ചറിലും ഡയറക്ഷനിലൊക്കെ നമുക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള പോലത്തെ ആയിക്കോളൂ. ഇതിൻ്റെ കുറച്ച് കട്ടിയായതുകൊണ്ട് നിമ്മൊന്ന് ചാടാൻ തന്നെ പണിയാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് പരിപാടിയാണ് ഇനി ഇത്. കൊക്കോ പൗഡർ കുറച്ചെടുത്ത് ഇങ്ങനെ അരിപ്പോടെ ആക്കിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി അങ്ങ് കഴിച്ചു നോക്കിയാൽ മതി മക്കളെ. ആയില്ല കേട്ടോ, വാരി തിന്നരുത്. അടുത്ത പരിപാടി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസാക്കണം. അപ്പോൾ കുറച്ച് തണുപ്പായിട്ടുള്ളൂ. തോനെ ക്ഷമയെല്ലാം കാത്തിരിക്കാൻ എല്ലാവരും കച്ചറയാണ്. അപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ മാത്രം ഒരു പിടി നമുക്ക് എടുത്ത് നോക്കാം. അയ്യവ മക്കളെ, കാര്യം പറയാം കേട്ടോ, തൊള്ളലിട്ട് അലിഞ്ഞു പോകുന്ന ടേസ്റ്റ് കേട്ടോ. പിന്നെ ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചാൽ ഈ ചോക്ലേറ്റൊക്കെ കട്ടായി വരും. അപ്പോൾ അതെല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ ഓക്കെ.